കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നേക്കുന്ന ട്രക്ക് ഡ്രൈവേഴ്സാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നില്ല. ഇവിടുത്തെ വിദഗ്ധ ട്രക്ക് ഡ്രൈവർമാരാണ്. അല്ലേ, ഞാൻ അവിടുത്തെ കേരളത്തിൽ നമ്മൾ മാത്രമേ ഇവിടെ കാണുള്ളൂ. അവിടുത്തെ ഇപ്പോൾ ഇവിടെ കൂട്ടിയിടിച്ചിട്ട് അടക്കാൻ പറ്റാം. മലയാളികളെ ഗൾഫിലേക്കാരും കഷ്ടമാണ് ഉണ്ടോ. നമ്മുടെ മനസ്സിൽ വിചാരികളൊക്കെ പറഞ്ഞു പെരുമ്പാവൂരിലെ ബംഗാളിയല്ല. അതെ അതെ, നമ്മുടെ ലുദ്വാനിയയിലെ ഒരു ടൗണാണ് ഷിലോയ് എന്ന് പറഞ്ഞ ടൗണാണ്. ടൗണിലെ വീടുകളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ആപ്പിളിൻ്റെ സീസൺ, ആപ്പിളിൻ്റെ കാ തുടങ്ങുന്ന സമയമാണ്. വഴിയിലെല്ലാം ആപ്പിൾ മരങ്ങളുണ്ട് ആവശ്യപ്പെട്ട്. ഇന്നിപ്പോൾ ഒരു സാറ്റർഡേ മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ട് പോകുന്ന ഭാഗമാണ്. സാറ്റർഡേ മാർക്കറ്റിൽ ചീപ്പായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. തുണി, ഷൂ, പാത്ര ഐറ്റം, ഇലക്ട്രോണിക്സ്, എന്ത് സാധനം കൊണ്ടും കിട്ടും. ചെറിയ വില കുറവാണ്. അതുപോലെ ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു ശ്മശാനമാണ്. ശ്മശാനം കണ്ടോ? ഇത് നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല. ഇതിൻ്റെ ആൾക്കാരെല്ലാം വന്ന് ഡെയിലി അത് വൃത്തിയാക്കുകയും പൂ വെക്കുകയും അങ്ങനെ ഡെയിലി പ്രാർത്ഥനയും പരിപാടികളൊക്കെ ഉള്ള ശ്മശാനമാണ്. ഉണ്ടല്ലേ, മൊത്തം മരങ്ങളും ഒക്കെ വളർന്നു വന്ന് ഗേറ്റും ഒക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി പരിപാലിച്ചു പോകുന്നൊരു ശ്മശാനം. ഇത് ചെറിയ ഏരിയ ഒന്നുമല്ല, ഏക്കർ കണക്കിന് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് തുടക്കത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു കോമൺ ആയിട്ടൊരു വഴിയുണ്ട്. അത് ഞങ്ങളുടെ കമ്പനിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. അങ്ങനെ ഇപ്പോൾ വീടിനപ്പുറത്ത് 2 വഴി, ഇതിനകത്തൂടെ ഉണ്ട് 2 വഴിയുണ്ട്. പാരലായിട്ട് കിടക്കുന്നു. ഇതിലെയാണ് ഞങ്ങൾ രാവിലെ കമ്പനിയിലേക്ക് നടന്നു പോകുന്നത്. റൂമിൽ നിന്നൊരു 1 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ വണ്ടിക്ക് പോകണമെങ്കിൽ ദൂരെ കൂടുതലുണ്ട്. വേറെ ഒത്തിരി വളഞ്ഞൊക്കെയാണ് പോകുന്നത്. ഇതങ്ങനെ ഷോർട്ട് കട്ട് ചാടി പോകും. ഇത് ഏക്കർ കണക്കിന് കിടക്കുക. മൊത്തം മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. ഇല്ലേ, എന്നും രാവിലെ നർക്കരേന് തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. പൂവൊക്കെ വെച്ചിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. മൊത്തം മരങ്ങൾ എല്ലാം വെച്ച് പിടിച്ച് നല്ല ഇന്നലെ ഇതിനൊക്കെ കണ്ണെത്താ ദൂരത്ത് കിടക്കുക. അങ്ങ് കിടക്കുന്നുണ്ട്. ഭയങ്കര ഏരിയയാണ്. എനിക്ക് തോന്നുന്നൊരു 10-25 ഏക്കറോളം ഉണ്ടെന്ന് തോന്നുന്നത്. ഇത് ഒരു സഭയുടെ മാത്രം. അങ്ങനെ ഇവിടെ ഒരു 3-4 സഭയുടെ ഞങ്ങൾ കണ്ടു. എല്ലാം ഇത്രയും വലിയ ഏരിയയാണ്. ഇതൊരു ക്രിസ്ത്യൻ കൺട്രിയാണ് ലിത്വാനിയ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന ഡ്രൈവേഴ്സാണ്. ഇപ്പോൾ അവിടെ ഒരു മാർക്കറ്റുണ്ട്. നമുക്ക് വേണ്ട എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയാണ് എല്ലാവരും വാങ്ങുന്നത്. ബുധനാഴ്ചയും ശനിയാഴ്ചയും